ഹലോ ഗൈസ്, ഒരു 2 ഇയേഴ്സ് മുമ്പ് വരെ ഉണ്ടല്ലോ എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടെന്നുണ്ട് കൈ കഴുകി കഴിക്കാറാകുമ്പോൾ കറക്റ്റ് വന്നിരുന്നാൽ മതിയായിരുന്നു കേട്ടോ, എല്ലാം സെറ്റായിരിക്കും. പക്ഷെ ഇപ്പം ആ പരിപാടി നടക്കത്തില്ല. കൈ കഴുകി നമ്മൾ തന്നെ കളത്തിലോട്ട് ഇറങ്ങണം, എന്നാലേ വയറ്റിലോട്ട് എന്തേലും പോകും. ലാസ്റ്റ് ഇയർ ഓണത്തിന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുമായിരുന്നു കേട്ടോ ചെയ്തത്. ബട്ട് അന്നത്തെ ആർക്കും എത്ര സാറ്റിസ്ഫൈങ് ആയില്ല കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഈ കൊല്ലം നമുക്ക് തന്നെ കുക്ക് ചെയ്യാമെന്ന് എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഓരോരുത്തർ ഓരോ ഡിഷ് ഏറ്റെടുത്തു. അതിൽ ഞാൻ ചൂസ് ചെയ്തത് പരിപ്പ് കറിയും പാലട പ്രഥമനുമായിരുന്നു കേട്ടോ. പിന്നെ പാലട പ്രഥമൻ എൻ്റെ ഒരു മെയിൻ ഐറ്റം ആണ് കേട്ടോ. ഞാൻ ഇന്നുവരെ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയിട്ടില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ബ്രാഹ്മിൻസിൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സ് ആണ് കേട്ടോ. കാര്യം വളരെ ഈസിയായി കഴിഞ്ഞു നോക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ആ പരിപ്പ് കറി കൂടെ വെക്കണം. അതിന് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി കേട്ടോ. പൊട്ടാറ്റോയും ഉള്ളിയും പച്ചമുളകും പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പരിപ്പും വെള്ളവും ഒക്കെ കുറച്ചധികം നെയ്യ് ചേർത്ത് കുക്കറിൽ ഒന്ന് വിസിലടിക്കുക. ഒരൊറ്റ വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കാരണം ആകെ ബിസിയായി കുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വേവിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചാൽ മതി. നമ്മുടെ പരിപ്പ് കറി സെറ്റാണ് കേട്ടോ. അതേ പരിപ്പായി വന്നപ്പോഴത്തേക്കും നമ്മുടെ പാൽപ്പായസം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല നെയ്യിൽ വാട്ടിയെടുത്ത കാഷ്യൂവും കിസ്മിസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാലട പ്രഥമൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്നത് നെയ്യിൽ പരിപ്പ് വറുക്കുന്നത് കേട്ടോ. ലാസ്റ്റ് മൊമെൻറ്റിൽ ടൈം ഉണ്ടെങ്കിൽ ഞാൻ പരിപ്പ് പായസം കൂടെ വെക്കാമെന്ന് തീരുമാനിച്ചിരുന്നു കേട്ടോ. ടൈമൊന്നുമില്ല, ഇപ്പം തന്നെ ഓൾമോസ്റ്റ് മണി 3 രാവിലെ. ബട്ട് പണ്ട് തൊട്ട് എനിക്ക് ഓണത്തിന് 2 പായസം ഇല്ലെന്നുണ്ടെങ്കിൽ തൊണ്ടേന്ന് ചോറ് താഴോട്ടിറങ്ങത്തില്ല. അങ്ങനത്തെ ഒരു ദുശീലം എനിക്കുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് പായസം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. പിന്നെ എൻ്റെ ഐഡിയ ആയിപ്പോയി. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങളുടെ വീട്ടിലെ മെയിൻ ഭണ്ഡാരിയായ കുഞ്ഞുമ്മേനെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ പരിപ്പ് പായസം ഉണ്ടാക്കി കേട്ടോ. ഏതാണ്ടൊക്കെ ലുക്കിലും ടേസ്റ്റിലും ഒക്കെ പരിപ്പ് പായസത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഒരു മനസ്സുഖം കിട്ടി. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.